and welcome to Super Prime Time Live Show 3 in 1. Powered by Time Express Cargo and gift sponsored by Dubai Crocodile Park, Green Olive Saloon and Ujala and Calicut Junction Restaurant also. ഇന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ ഷോ ആയിട്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. അപ്പോൾ നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും നമ്മുടെ കയ്യിലുള്ള ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരാനും വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിക്കേണ്ട നമ്പർ 0423824991. അപ്പോൾ തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 7 മുതൽ 8 വരെയാണ് നമ്മുടെ ഷോസ് ഉള്ളത്. നമുക്കറിയാം ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ഈ ഒരു 3 in 1 ഷോ ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും മുന്നോട്ടുണ്ടാകണം. അപ്പോൾ നമ്മളെ വിളിക്കേണ്ട കാര്യങ്ങളും നമ്മുടെ ഷോസും കാര്യങ്ങളെ പറ്റിയൊക്കെ ചെറുതായിട്ടൊരു മെൻഷൻ ചെയ്യാം. നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വിളിക്കുന്നവർക്ക് കൊടുക്കുന്നത്. എൻ്റെ അടുത്തൊരു ചെറിയൊരാൾ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അയാളെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അയാൾ സ്റ്റാർട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഓപ്ഷൻ കിട്ടും. വീണ്ടും സ്റ്റോപ്പ് പറഞ്ഞാലോ കേട്ടോ അതിൻ്റെ ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ 3 പ്രാവശ്യം സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ്, 3 ഓപ്ഷൻസിലും നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓരോ ക്വസ്റ്റ്യൻസിനും 20 സെക്കൻഡ് വീതമാണ്. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസും നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് വന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഒറ്റയ്ക്ക് വന്നിട്ട് ഷോ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് കുറച്ച് പേര് അവധിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ 3 ദിവസങ്ങളായിട്ട് നമ്മൾ VJS ഒറ്റയ്ക്കാണ് വന്നിട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നിങ്ങളോട് കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി ഞാനാണ് വന്നിരിക്കുന്നത്. പറഞ്ഞ് എൻ്റെ പേരൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അത് പേരറിയാം. എങ്കിലും ഒരിക്കലും കൂടി പറയുകയാണ്, ഇറ്റ്സ് മീ റിനു ഹിയർ. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ ചാനലൊന്നും മാറ്റാതെ ചാനലിൻ്റെ അടുത്ത് നിങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഷോസൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പറയും അല്ലേ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആ സന്തോഷം മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് നമ്മൾ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ നമ്മൾ ഇന്നൊരു വലിയൊരു ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ നമ്മൾ UBL നമ്മുടെ ഓരോ ഷോസിനും നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സമ്മാനങ്ങളാണ്. അപ്പോൾ 1996 ഇറങ്ങിയ നമ്മുടെ കമല ഹാസൻ്റെ ഫേമസ് ആയിട്ടുള്ള മൂവിയാണ് ഇന്ത്യൻ മൂവി. ആ ഒരു മൂവി കാണാത്തവർ ഉണ്ടായിരിക്കില്ല. ഞാനൊക്കെ ചെറുതായിരുന്നു, എങ്കിലും നമ്മളൊക്കെ ഒരു വലുതായി വന്നൊരു സമയത്ത് ആ സമയത്ത് മൂവി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എങ്കിൽ പോലും അത് അത്രയ്ക്ക് ബോക്സ് ഓഫീസ് തരംഗമായിട്ട് മാറിയൊരു സിനിമയായിരുന്നു. അപ്പോൾ ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് അതിൻ്റെ 2ാം ഭാഗം വന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ അതിലൊക്കെ എനിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ തോന്നിയൊരു സിനിമയാണ് നമ്മുടെ ഉലക നായകൻ എന്ന് പറയുന്ന നമ്മുടെ കമലഹാസൻ സാറിൻ്റെ ഇന്ത്യൻ മൂവിയുടെ 2nd പാർട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ വരുന്ന 12-ാം തീയതി വെള്ളിയാഴ്ചയാണ് അതിൻ്റെ റിലീസ്. വേൾഡ് വൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമാ പ്രേമികളായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ തരാൻ പോകുന്ന ഇതിൻ്റെ ടിക്കറ്റ്സ് ആണ്, കപ്പിൾ ടിക്കറ്റ്സ് ആണ്. സാധാരണ എല്ലാവരും നമ്മളോട് പരാതി പറയാറുണ്ട്, എന്താണ് ഞങ്ങൾ വിളിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആൻസറൊക്കെ കുറച്ച് ടഫായിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ലാന്ന്. പക്ഷെ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു മൂവി ഇഷ്ടപ്പെടാത്തവരാരും കാണത്തില്ല, അല്ലെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ്, നിങ്ങൾ വിളിച്ച് ഇതിൽ വിന്നറായിട്ടുള്ളവർക്ക് 2-3 കപ്പിൾസ് നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ ഇതിൽ വിളിച്ചിട്ട് നമ്മൾ വിന്നർ ആയിട്ടില്ലെങ്കിലും അതിൽ 2-3 പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കപ്പിൾസായിട്ട് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വെള്ളമൊക്കെ കിട്ടാത്ത പോലെ ഒരു തോന്നലുണ്ട്. കാര്യം എന്താ, എനിക്ക് നിങ്ങളൊക്കെ വിളിച്ച് ഒരുപാട് സംസാരിച്ചാലാണ് അതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഇന്ത്യൻ മൂവീനെ പറ്റിയിട്ടും അതിൽ അഭിനയിച്ചവരും നമ്മൾ ഈ ഇന്ത്യൻ 2-ന് വേണ്ടിയിട്ട് ശങ്കർ സാറാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ശങ്കർ സാറിൻ്റെ ഒരു മൂവിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മൂവീസാണ് അല്ലേ. സാധാരണ നമ്മളൊക്കെ റൊമാൻറ്റിക് എല്ലാ മൂവീസും നമ്മൾ കാണുന്നവരാണ്. പക്ഷെ ശങ്കർ സാറിൻ്റെ മൂവീസ് നോക്കുകയാണെങ്കിൽ റോബോ, അന്യൻ, പിന്നെ ഇന്ത്യൻ 2, എന്തിരൻ, മുതൽവൻ, അങ്ങനെയുള്ള എല്ലാ മൂവീസും നമുക്കൊക്കെ ഒരുപാട് ഭയങ്കര പ്രതീക്ഷയോടെ അതിൻ്റെയൊക്കെ ഒരു പോസ്റ്ററും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ റിവീൽ ആകുന്ന സമയത്ത് അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു സിനിമയും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് അറിയാം. ഈ ഒരു മൂവി എനിക്ക് തോന്നുന്നത് 2017 നമ്മൾ അവർ അനൗൺസ് ചെയ്ത മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ കാരണങ്ങൾ മൂലമാണ് അത് റിലീസ് ചെയ്യാൻ പറ്റാതിരുന്നത് 2017 തൊട്ടിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 2025 ഇന്ത്യൻ 3 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ 2-ന് കാത്തിരുന്ന പോലെ തന്നെ ഇന്ത്യൻ 2-ന് നമ്മൾ കാത്തിരുന്ന ഒരുപാട് വർഷങ്ങളാണ്. പക്ഷേ നമുക്ക് ഒരുപാട് വർഷങ്ങളൊന്നും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല ഇന്ത്യൻ 3-ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ സിനിമാ പ്രേമികളായ നിങ്ങൾക്ക് നമ്മൾ UBL തരുന്ന ഒരു വലിയൊരു സമ്മാനം കൂടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ. പിന്നെ പറയുവാണെങ്കിൽ
നമ്മൾ സാധാരണ നമ്മൾ പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മുടെ റുട്ടീൻസ് സാധാരണ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വീക്കെൻഡിൽ ഇപ്പം കുറേ നാളുകളായിട്ട് ഇപ്പം നമുക്ക് തേഴ്സ്ഡേ ആയിരുന്നു നമ്മുടെ വീക്കെൻഡൊക്കെ. അപ്പം ഇപ്പോൾ വന്നിട്ട് ഫ്രൈഡേ, ഇപ്പം ഷാർജയിലാണെങ്കിൽ ഇന്ന ദിവസം, ദുബായിലാണെങ്കിൽ ഇന്ന ദിവസം. അപ്പം പലർക്കും എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊക്കെ ഓരോരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അതിലൊക്കെ പാട്ട് പാടുന്നവരും സംഗീതം ഇഷ്ടപ്പെടുന്നവരും ഗായകരൊക്കെ കാണും. അപ്പം നമ്മുടെ നാട്ടിൽ ഓരോ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്കൊരു സങ്കടമുണ്ട്, ഞങ്ങൾ ഇവിടെ ഈ ഒരു പ്രവാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളത് വിഷമിക്കേണ്ട. നമ്മുടെ ഈ ഒരു പ്രവാസ ജീവിതത്തിന് നിങ്ങളുടെ തിരക്കുകൾക്കിടയിലൊക്കെ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ UBL TV ഹിറ്റ് ആയിട്ട് ചേർന്നിട്ട് നമുക്കൊരു റിയാലിറ്റി ഷോ ഹിറ്റ് മെലഡി ഡ്രീംസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, പവേഡ് ബൈ UBL TV ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 12 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി റിയാലിറ്റി ഷോയാണ്. സാധാരണ അത് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു കരോക്കെയോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മലയാളത്തിൽ തമിഴിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 2 പാട്ടുകൾ പാടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഹിറ്റ് hello@melodydreams.ae എന്ന ഇതിലേക്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ നമ്മളെ വിളിക്കുന്ന ഒരുപാട് പ്രേക്ഷകരൊക്കെ പാട്ട് പാടുന്നവരും ഒരുപാട് സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരും കൊച്ചുകുട്ടികളായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു ഒരു കുട്ടി വിളിച്ചിരുന്നു. അപ്പോൾ അവരെ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിരുന്നു, ഇതിലേക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റിയാലിറ്റി ഷോ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗായകരുണ്ട്. അതിൽ ഒരു സെലിബ്രിറ്റി സിംഗറിനൊപ്പമായിരിക്കും നമുക്ക് അവർക്ക് ആ 5 പേർക്ക് പാടാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു കോളർ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ വേർത്തൊക്കെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ കോളറിനോട് സംസാരിച്ച് നമുക്കൊന്ന് ചില്ലായിട്ട് വരാം. ഹലോ 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 ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ആരാണ്? ഞാൻ പ്രിൻസിയാണ്. പ്രിൻസി, ഹലോ, കേക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ TV വെച്ചിട്ടുണ്ടെങ്കിൽ TVയിൽ ശ്രദ്ധിക്കണ്ട കേട്ടോ. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. ഓക്കെ. എവിടുന്ന് വിളിക്കുന്നത് പ്രിൻസി? ഞാൻ ദുബായിന്ന്. ദുബായിൽ എവിടാ? ദുബായില് അബുഹേൽ. എന്താ ചെയ്യുന്നേ? ഞാന് വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. ഇവിടെ ദുബായിൽ വന്നിട്ട് ഒരുപാട് നാളായോ? ഏകദേശം 6 മാസമായി. 6 മാസമായി. ദുബായിൽ ലൈഫൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ അടിച്ചു പൊളിക്കുകയാണോ? അപ്പൊ ഈ പ്രിൻസി പാട്ട് പാടുന്ന കൂട്ടത്തിലാണോ? അങ്ങനെ വലിയ പാട്ടുകാരിയൊന്നും വലിയ പാട്ടുകാരി അല്ലല്ലോ, ചെറുതായിട്ടൊക്കെ പാടുന്നാണെങ്കിൽ TVയിലൊക്കെ കേൾക്കാം. അവിടെ TV ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ ലൈവും കൂടെ കിട്ടുന്ന, അപ്പൊ അതിലൊക്കെ കയറി നോക്കിയാൽ ഞാൻ പാടിയതാണ്, നമ്മുടെ TVയിൽ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഷോയിൽ പങ്കെടുത്തു, ലൈവ് ഷോ ആയിരുന്നു എന്നൊക്കെ പറയാലോ. അങ്ങനെ പറയാം. എന്നൊരു പാട്ട് പഠിക്കോ? ഏത് പാട്ടാ പാടണ്ടേ? അതെനിക്കറിയത്തില്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഒരു മിനിറ്റ്, ഇപ്പൊ പാടാവേ. ഇപ്പൊ പാടണേ. ഗൂഗിളിൽ തപ്പാൻ പോയേക്കുവാ? ഇല്ല, ഒന്ന് ലിറിക്സ് ഓർക്കട്ടെ. ലിറിക്സ് ഓർത്തോ കുഴപ്പമില്ല, ഗൂഗിൾ എടുത്താൽ പാടിയാലും മതി. എന്നാ അത് എടുക്കട്ടെ. പെട്ടെന്ന് എടുത്തോ കേട്ടോ. വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? വീട്ടിലായിരിക്കും? നാട്ടിലെവിടാണ്? നാട്ടില് ഞാൻ കോട്ടയത്ത്. ഓക്കെ. കോട്ടയത്ത് എവിടാ? പാല. ഓക്കെ. പാലയൊക്കെ ഞങ്ങൾക്ക് അടുത്താണ്. ഞാനൊരു കോട്ടയംകാരിയാണ്. എന്റെ മമ്മിയുടെ വീട് കോട്ടയത്താണ്. ഞാൻ നിങ്ങളുടെ ഷോ ഒക്കെ കാണാറുണ്ട്. നല്ല അടിപൊളി ഷോ ആട്ടോ. താങ്ക് യു. എന്റെ പേരറിയോ? റിനു. ഭയങ്കരമായിട്ട് പരിചയമുള്ളവരെ പോലെയുള്ള സംസാരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. എങ്ങനെയുണ്ട് നമ്മുടെ ഷോ ഒക്കെ? ഇഷ്ടമാണോ? അടിപൊളിയാ നിങ്ങളുടെ ഷോ. നല്ല ടൈം പാസ് ആണ്. ആണല്ലേ? നമ്മുടെ ഷോ എങ്ങനെയാ പങ്കെടുക്കേണ്ടതെന്നൊക്കെ അറിയാലോ അല്ലേ? അറിയാം. ഓക്കെ. അപ്പൊ പാട്ട് കിട്ടിയോ? ഇല്ല, റിനു കിട്ടില്ല. റിനു പാടാവോ എനിക്ക് വേണ്ടി? ഞാൻ പാടണോ? ഞാൻ പാടാം. ആക്ച്വലി ഇന്ന് നമ്മുടെ ഇന്ത്യൻ മൂവി കണ്ടിട്ടുണ്ടോ, കമലഹാസൻ സാറിന്റെ? കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോവാണ്. കേട്ടിരുന്നോ? കേട്ടിരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോ കേട്ടല്ലേ? കേട്ടു. ഓക്കെ. അപ്പൊ ആ ഒരു മൂവിയിലെ ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ തരുന്നുണ്ട് സമ്മാനമായിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ഒറ്റയ്ക്കായിരുന്നു ഷോയ്ക്ക്. ഞങ്ങൾ സാധാരണ 2 VJs ആണ് ഷോസിന് ഉണ്ടാവുന്നത്, തിങ്കൾ മുതൽ ബുധൻ വരെയാണ്. അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഇന്ത്യൻ മൂവിയിലെ പഴയ ഇന്ത്യൻ മൂവി ഉണ്ടല്ലോ, അതിലൊരു പാട്ടൊക്കെ പാടാന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ആയി വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ ഷോയുടെ ഇടയ്ക്ക് എന്തായാലും അത് പാടുന്നതായിരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ ഒരു പാട്ട് പാടുവോ? ഞാൻ പാടാം. അല്ല, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ആരും പാട്ടുകാരല്ലോ.
അറിയാവുന്ന പാട്ടാണെങ്കിൽ ഞാൻ കൂടെ കൂടാം, എങ്കിലും ഒന്ന് പാടിക്കോ. അന്ന് നമുക്ക് ഭീഷ്മ മൂവിയിലെ പാട്ട് പാടാം. തനിച്ച് പാടിയാ മതി, എനിക്കറിയില്ല. അറിയില്ലേ? എനിക്ക് ലിറിക്സ് അറിയില്ലടാ. ഓക്കെ ഓക്കെ, കുറച്ചേ പാടുള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ല, ഒരുപാട് പാടണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട്. ഓക്കെ. തൂമഞ്ഞായി നിന്നു വെയിലായി ഞാൻ വന്നു, ഒരു ശ്വാസക്കാറ്റിൽ പൊളിയാമെന്നോർത്തു, അകലാനോ കലരാനോ കഴിയാതെ നാം ഇടനെഞ്ചിൽ വീഴുന്ന മലർവാക നിറമുള്ള കനവാണ് നീ. ഇത്രേ ഉള്ളൂ. ഞാനങ്ങ് ആസ്വദിച്ചു വരുമായിരുന്നു, പാട്ട് തീർന്നൊന്നും അറിഞ്ഞില്ല. നല്ലതായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ പാടായിരുന്നു നന്നായി. എന്നാന്നറിയാം, നിങ്ങളൊക്കെ പാടി നിങ്ങളുടെയൊക്കെ പാട്ടൊക്കെ കേട്ട് മീഡിയയിൽ ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് തന്നിട്ട് ഞാൻ പാടാം. അപ്പൊ ദുബായ് ലൈഫൊക്കെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ UBL TVയിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, അതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. അപ്പൊ നമ്മുടെ ഗെയിം എങ്ങനെ കളിക്കണേന്ന്, നമ്മളൊരു ഗെയിം കളിച്ചാൽ മാത്രമേ നമുക്ക് സമ്മാനം കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പം എന്റെ അടുത്തൊരാള് നിൽക്കുന്നത് കണ്ടോ? ആ, അതൊരു ബ്ലാക്ക് ആള്. ഞാനൊക്കെ ഏകദേശം ടിന്നിങ് ചെയ്തിട്ടാണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ബ്ലാക്കും ഓറഞ്ചും എല്ലാ കളേഴ്സും ഉണ്ട്. ആളെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ രണ്ടുപേരും നല്ല സുന്ദരികളായിട്ടുണ്ട്. ഞാൻ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് പറയാൻ വരുമായിരിക്കും. ഓക്കെ, എന്തായാലും ആ ആളെ ഒന്ന് ചെറുതായിട്ട് സുഖിപ്പിക്കണം. ഒരു കോമഡിക്കത്തെ പറയില്ലേ, ഒന്ന് സുഖിപ്പിച്ച പാമ്പ് പോവും ചോദിക്കൂലേ എന്ന് പറഞ്ഞ പോലെ ആളെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ആള് സ്പിൻ ചെയ്യാൻ തുടങ്ങും. അപ്പം സ്റ്റോപ്പ് പറയണം. ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോപ്പ് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ നമ്മൾ വായിക്കും. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ 3 പ്രാവശ്യം നമ്മളിത് കറക്കണം. ഓരോ ഓപ്ഷനിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 3ഉം ശരി ഉത്തരാക്കിയാൽ നമ്മുടെ ഗിഫ്റ്റ് കിട്ടും. കേട്ടോ? അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റാർട്ട്. കറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, ഇച്ചിരി ഇതിലൊക്കെ പറയണം കേട്ടോ. ഓക്കെ. സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ് ഏതാ നോക്കട്ടെ, ഏതാന്നൊരു വിട്ട്. യുവർ ചോയ്സ് ആണ്. അപ്പം നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഓപ്ഷൻസ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓപ്ഷൻസ് പറയാം. നമ്മൾ ഇമേജ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, GK ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, പിന്നെ ഓഡിയോ ഉണ്ട്. നിങ്ങൾ TV ആണോ കാണുന്നേ? അല്ല, ഞാൻ മാറി വന്നു. അതായത് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മാറി വന്നു. എന്നാ GK എന്ന് ചോദിക്കട്ടെ? ഓക്കെ. അറിയത്തില്ലെങ്കിൽ കറക്കി കുത്തിയാൽ മതി, നമുക്ക് ടൈം ഔട്ട് ആകും. അപ്പൊ ടൈമർ ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് പറയണം. അപ്പൊ ഞാൻ GK ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ, ശ്രദ്ധിച്ചു കേട്ടാണേ. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ആർക്ക്? ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് കേട്ടോ. അപ്പൊ VM സുശീലൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാൻ പറ്റുമോ? പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചതാർക്ക്? PM സുധീരൻ, K മുരളീധരൻ, ശശി തരൂർ. പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് ഗൂഗിൾ ചെയ്യാൻ ഇവിടുന്ന് എന്നോട് പറയുന്നു. ഓക്കെ, പെട്ടെന്ന് പറയാം. എന്താന്നറിയോ, ടൈം ഔട്ട് നമുക്ക് തരാൻ പറ്റൂല. ABC അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞോ. ഹലോ, ഓപ്ഷൻ സി ശശി തരൂർ. നമുക്ക് ലോക്ക് ചെയ്യാൻ നോക്കാം. ശശി തരൂർ. എന്തായാലും ഗൂഗിൾ ചതിച്ചിട്ടില്ല. ഗൂഗിൾ നോക്കിയതല്ലേ? സത്യമായിട്ട് അതിനുള്ള സമയം കിട്ടിയില്ല മാഡം. ആണോ? അപ്പം ശരിക്കും അറിയാമായിരുന്നു. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ വീണ്ടും സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ആള് കറങ്ങിയിട്ടില്ല, ഇച്ചിരി ഇതായിട്ട് പറയണം കേട്ടോ. ഓക്കെ, കറങ്ങി തുടങ്ങി. സ്റ്റോപ്പ്. മ്യൂസിക് ആണ് വന്നിരിക്കുന്നത്. TV കാണുന്നില്ലാത്തോണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ എടുക്കാവോ? TV ഉണ്ടോ? അതോ TV അവിടെ ഉണ്ടോ? നിങ്ങൾക്ക് അവൈലബിൾ ആണോ? ഇല്ല. TV അവൈലബിൾ അല്ല. എന്നാ ഒന്നുകൂടെ സ്റ്റാർട്ട് സ്റ്റോപ്പും കൂടെ പറഞ്ഞു. സ്റ്റാർട്ട്. ഓക്കെ. സ്റ്റോപ്പ്. GK വീണ്ടും GK വന്നിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു GKയിൽ പ്രിൻസിയുടെ ആ ഒരു ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. നോക്കാം. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗത്തെ പറയുന്നത് എന്താണ്? കടൽ, കായൽ, ലഗൂൺ. ഒന്നും കൂടെ പറയാവോ? ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗത്തെ പറയുന്ന പേര് കടൽ, കായൽ, ലഗൂൺ. അറിയില്ലെങ്കിൽ പെട്ടെന്ന് ABC പറഞ്ഞോളൂ, ഗസ് ചെയ്തോ, കാരണം ടൈം ഔട്ട് ആയി കിട്ടൂല. ഓപ്ഷൻ ബി, കായൽ.
ഓക്കെ, നമുക്ക് നോക്കാം. എ ആയിരുന്നു മുത്തേ, കടലായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇന്ന് വിളിക്കുന്നവരെയൊക്കെ നമ്മൾ ലോട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്ക് വിളിക്കുന്നവർക്ക് നമുക്ക് ഇന്ത്യൻ മൂവിയുടെ കപ്പിൾ ടിക്കറ്റ്സ് കൊടുക്കാം. അപ്പൊ എന്തായാലും പ്രിൻസി അതിൽ ഉണ്ടാകട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ വീണ്ടും വിളിച്ചാൽ നമ്മൾ തിങ്കൾ മുതൽ ബുധൻ വരെ ഉണ്ടാകും. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് വേറൊരു കോളും കൂടെ വന്നിട്ടുണ്ട്. ഹലോ 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 ഹലോ, നമുക്കൊരു കോൾ വന്നിട്ട് കട്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ വീണ്ടും വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 0423822491 വിളിച്ചാൽ ഇവിടെ റീനു റെഡിയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ. ഇപ്പം നമ്മളെ ഒരു പുതിയ കോളർ വിളിച്ചു. അപ്പോൾ ആള് നല്ല ഇതിൽ കളിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഇനിയും പറഞ്ഞില്ല, എല്ലാ ആഴ്ചയിലും നമ്മൾ വരുന്നുണ്ട്. 7:30 to 8:30 വരും, മൺഡേ ടു വെനസ്ഡേ. അപ്പോൾ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? അനീഷ. അനീഷ, നല്ല പേരാണല്ലോ, നല്ല സ്വീറ്റ് വോയിസ്. എവിടുന്ന് വിളിക്കുന്നേ? താങ്ക് യു. ഞാൻ കരാമ, ദുബായ്. ദുബായ്. നമ്മളെ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഇപ്പൊ കൊറേ നാളായി, 2 മാസത്തിലേറെയായി വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? ഉണ്ട്. സത്യം പറയും. ഉണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് കാണുന്നില്ല. എന്നെ അറിയോ? പക്ഷെ എനിക്ക് ലുക്ക് മാറിയോന്നൊരു, അതെന്താ അറിയില്ല, കുറച്ചടി സൗന്ദര്യം വെച്ചായിരിക്കും, അല്ലെങ്കിൽ മേക്കപ്പിന്റെ ആയിരിക്കും. ഞാൻ 2-3 പേരെ എനിക്ക് അറിയാം. മറ്റേ എന്താ സെറീനയോ ഷെജീലയാണോ? ഒരേപോലെ പേരുള്ള 2, സബ്രീനയോ അങ്ങനെ കണ്ട് 2 പേരില്ലേ? പെനീനയാണോ? അത് തന്നെ. അറിയാം. അവര് 2 പേരും. അങ്ങനെ നിങ്ങൾ 2 പേരും കൂടെ ആണോ? പെനീനായിട്ട് ഇപ്പൊ കൊറേ നാളെ ഷോസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ 2 ബീജേഴ്സും മാറി മാറി ഓരോ ദിവസങ്ങളിൽ വരുന്നത്. പിന്നെ ഒരു കുട്ടി ഒരാൾ കൂടി ഉണ്ട്. അങ്ങനെ 2-3 പേരെ അറിയാം. എവിടുന്നാ വിളിക്കുന്നേ? ദുബായ്. ദുബായിൽ എവിടാ? കരാമ. കരാമ ഓൾറെഡി പറയും. കരാമ വൈബൊക്കെ എല്ലാ വീക്കെൻഡിലും ആഘോഷിക്കാറുണ്ടോ, അല്ലെങ്കിൽ പോകാറുണ്ടോ? ഇടയ്ക്കൊക്കെ. ഇപ്പൊ ചൂടായതുകൊണ്ട് ഒട്ടും അങ്ങോട്ട് പോകാറില്ല. നമ്മള് വീട്ടിലൊക്കെ, പിന്നെ ഷോപ്പിങ്ങിന് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നുള്ളതേ ഉള്ളൂ. ഫാമിലി ആയിട്ടാണോ അതോ? അതെ, ഫാമിലി ആയിട്ടാണോ? നാട്ടിലെവിടാ? നാട്ടില് പത്തനംതിട്ട. അപ്പൊ നമ്മുടെ ഷോ കാണാറുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഗെയിം അറിയോ? അറിയാം. എന്റെ അടുത്ത് ഒരാൾ ഉണ്ടെന്ന് തോന്നി ഇപ്പം, അല്ലേ? അപ്പൊ സ്റ്റാർട്ട് സ്റ്റോപ്പും പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ പറഞ്ഞോ. സ്റ്റോപ്പ്. ഓക്കെ, നമുക്ക് നോക്കാം. മൂവീസ് ആണ്. ടി വി വെച്ചിട്ടുണ്ടോ? ടി വി ഉണ്ട്, പക്ഷെ ഇത്ര ദൂരെയാ ശബ്ദവും. കുഴപ്പമില്ല. നമ്മളിവിടെ ഇപ്പൊ ചോദിക്കാം കേട്ടോ. മികച്ച സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡ് ഏറ്റവും തവണ ലഭിച്ചത് ആർക്കാണ്? ദേവരാജൻ, MG രാധാകൃഷ്ണൻ, M ജയചന്ദ്രൻ. മികച്ച സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡ് ഏറ്റവും ലഭിച്ചത് ആർക്കാണ്? ദേവരാജൻ, MG രാധാകൃഷ്ണൻ, M ജയചന്ദ്രൻ. ജയചന്ദ്രനാണോ? പറഞ്ഞുതരാൻ പറ്റില്ല. ക്ലൂ ഇല്ല. ഫസ്റ്റ് ഏതായിരുന്നു പറഞ്ഞേ? ദേവരാജൻ. പെട്ടെന്ന് പറയുന്നത് നമുക്ക് ടൈം ഔട്ട് ആവും. ടൈമർ ഉണ്ട്. രണ്ടാമത്തെ ദേവരാജ മാഷ്. പെട്ടെന്ന് പറയൂ. ടൈം ഔട്ട് ആയി ഓൾറെഡി. പെട്ടെന്ന് പറയൂ. ഏതാ? ലാസ്റ്റ് വൺ. M ജയചന്ദ്രൻ. കറക്റ്റ് ആണല്ലോ. അവസാന നിമിഷം ഒരു ടെൻഷൻ വന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇനി അടുത്ത 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. എനിക്കും പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോയി. കുഴപ്പമില്ല. ഇനി അടുത്ത സ്റ്റാർട്ടിലും സ്റ്റോപ്പിലേക്ക് പൊക്കോളൂ. സ്റ്റാർട്ട്. ഒരു മധുരമായിട്ടാണല്ലോ പറയുന്നത്. സ്റ്റോപ്പ് പറഞ്ഞു. സ്പോർട്സ് ആണ്. എന്റെ അമ്മ വളരെ ഇഷ്ടമുള്ളതാണല്ലേ? വളരെ ഇഷ്ടമാണ്. ഓക്കെ. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. എപ്പോഴാണ് വാട്ടർ പോളോ സൃഷ്ടിച്ചത്? 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്. വാട്ടർ പോളോ. വാട്ടർ പോളോ സൃഷ്ടിച്ചത് എന്നാണ്? 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്. കറക്കിയ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും അങ്ങ് കറക്കിക്കോ, കാരണം ടൈം ഔട്ട് ആയി.
ആണോ? ആ പെട്ടെന്ന് പറഞ്ഞോ. സെക്കൻഡ് വണ്. സെക്കൻഡ് വൺ 18-ാം നൂറ്റാണ്ട്. നമുക്ക് നോക്കാം. കറക്റ്റ് സി ആയിരുന്നു. തേർഡ് വൺ ആയിരുന്നു. 19 ഓക്കെ. അതങ്ങനെയാ, കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് ടെൻഷൻ ആകുമ്പോ ഏതാ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാണ്ട്. അല്ലേലും ഇതാ വെറുതെ കറക്കി കുത്താനേ പറ്റും. അല്ല, ഇത് കറക്കി കുത്തലുകളായിരിക്കും ചിലപ്പോ ശരിയാന്ന് പറയാൻ പറ്റില്ല. അതെ ശരിയാ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കാം. ബൈ. ഹലോ. ഹലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ആരാണ്? ആ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കണേ. ആ ആരാ വിളിക്കുന്നേ? വിളിക്കുന്നത് ഷമിൽ. ഷമിൽ, എവിടുന്നാ വിളിക്കുന്നേ? ഷാർജ. ഓക്കെ. നമ്മുടെ ഷോസ് ഒക്കെ കാണാറുണ്ടോ? നമ്മുടെ 3 in 1 കാണാറുണ്ട്. വിളിച്ചിട്ടുണ്ടോ നേരത്തെ? ഓ, വിളിച്ചിട്ടുണ്ടോ നേരത്തെ? ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് എല്ലാം കിട്ടിയോ? ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇന്ന് നമ്മുടെ ഗിഫ്റ്റ് എന്തൊക്കെയാന്ന് കണ്ടിരുന്നോ? കേട്ടിരുന്നോ? ഇല്ല, ഇപ്പോഴാ വന്നത്. നമുക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് ഉണ്ട്. അതിന്റെ കൂടുതൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോകും, ഇന്ത്യൻ 2. അറിഞ്ഞായിരുന്നോ? അപ്പൊ അതിന്റെ ഒരു ടിക്കറ്റ്സ്, നമ്മൾ കപ്പിൾ ടിക്കറ്റ്സ് തരുന്നുണ്ട്. വിന്നേഴ്സ് ആയതുവരെ നമ്മൾ ലോട്ടിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിന്നർ ഒന്നും ഇന്ന് ഇല്ല എങ്കിൽ വിളിച്ചവരുന്ന കോളേഴ്സിനെ 2-3 പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കപ്പിൾ ടിക്കറ്റ്സ് തരും കേട്ടോ. ഓക്കെ, എന്തായാലും കിട്ടട്ടെ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് സ്റ്റോപ്പും പറഞ്ഞല്ലോ കേട്ടോ. ഓക്കെ. സ്റ്റോപ്പ്. ഓക്കെ. GK ആണേ. GK എന്ന് അറിയാവോ? കുറച്ച് കുഴപ്പമില്ല. നമ്മള് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിക്കാനും ഒരു അവസരമുണ്ട്. നമുക്ക് ചോദിക്കട്ടെ? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്, ഇടുക്കി, പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്, ഇടുക്കി, പാലക്കാട്. പെട്ടെന്ന് പറഞ്ഞ, ഇപ്പൊ ടൈം തീരുവേ. അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ കറക്കി കുത്തി നിങ്ങൾ പറഞ്ഞോ. ABC. സൈലന്റ് വാലി വയനാട്. ഓക്കെ, നമുക്ക് നോക്കാം. പാലക്കാടായിരുന്നു. കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കണം. നമ്മൾ തിങ്കൾ മുതൽ ബുധൻ വരെ ഉണ്ട് കേട്ടോ, എല്ലാ ആഴ്ചയിലും. അപ്പൊ ഇന്നത്തെ ഈ ആഴ്ചയിൽ ഷോ തീർന്നു. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കാം. ഓക്കെ, ബൈ. ഹലോ. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ആരാണ്? ശശി ചേട്ടാ, എന്താണ് വിശേഷം? സുഖായിരിക്കുന്നു. ഓർമ്മയുണ്ടോ നമ്മളെയൊക്കെ? റിനുവിനെ അറിയാതിരിക്കുവോ? എന്തോ സുന്ദരിയായിരിക്കല്ലേ? മേക്കപ്പ് ആണ്, ആരോടും പറയണ്ട. ഓക്കെ. കൊറേ നാളായല്ലോ സംസാരിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 1 month എബോ ആയല്ലേ? ആയി കാണും. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങള് പേരൊക്കെ ഇങ്ങനെ ഓർത്ത് പറയുമ്പോ ഒരുപാട് സന്തോഷം. പിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും വന്നിട്ട് സംസാരിക്കണം കേട്ടോ. കാണണ്ടേ? നമ്മൾ അബുദാബി അല്ലേ? ഞാനിപ്പോ അബുദാബിയിൽ ഒരുപാടായിട്ട് വരുന്നുണ്ട് ഇപ്പൊ. അബുദാബിയിൽ ഇന്ന സ്ഥലം ഇല്ല. മുസഫയിൽ വരാറുണ്ട്, പിന്നെ സലാം സ്ട്രീറ്റിൽ വരാറുണ്ട്. അവിടെ ഓരോ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കുന്നേ? മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയാ. ഓക്കെ. എന്തായാലും നമ്മൾ അവിടെ വെച്ച് എന്തെങ്കിലും കണ്ടുമുട്ടട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ സ്റ്റാർട്ട്. അതെ, കറങ്ങട്ടെ. സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, ഇമേജ് ആണ്. ടിവിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. ഇമേജ് അല്ലേ, പിക്ചർ അല്ലേ? ഓക്കെ. ഈ വ്യക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൽ കാണിച്ചിരിക്കുന്ന വ്യക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. ഇപ്പൊ വരും. സ്പോർട്സ് ആണ്. ഈ വ്യക്തി എന്തുമായി ബന്ധപ്പെട്ട്? ഒരു സ്പോർട്സ് വുമൺ ആണ്. അപ്പൊ ആള് ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് ഇതുമായിട്ടാണ്? ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. ആരാന്നറിയില്ല. ഹോക്കി അടിക്കാം. നോക്കാം എന്തായാലും. നോക്കാം. എനിക്ക് ആകാംക്ഷയേറി. കാണിക്കുന്നില്ലല്ലോ, വരുന്നില്ലല്ലോ. ഫുട്ബോൾ ലുക്കാണ് അല്ലേ? ഏതാണ്? കൊറേ നേരമായിട്ടും വരുന്നില്ല. ഫുട്ബോൾ ആയിരുന്നു. ആ ലുക്ക് ശരിയായിരുന്നു. പറയില്ലേ, ഫേസ് കണ്ട അറിയാന്ന് പറയില്ലേ? എന്തായാലും കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ. നമുക്ക് അടുത്തൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ.
ഹലോ. ഹലോ. ആരാണ്? ഗുഡ് ഈവനിങ്. എന്റെ പേര് മാലിക്കാണ്. മാലിക് എന്നാണ്. എവിടുന്നാ വിളിക്കണ മാലിക്? ഞാൻ അബുദാബിന്നാണ് വിളിക്കുന്നത്. അബുദാബിന്നാണ് വിളിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. നമ്മളെ വിളിച്ചിട്ടുണ്ടോ നേരത്തെ? വിളിച്ചിട്ടുണ്ടല്ലോ. വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? പുതിയ മൂവി എന്തെങ്കിലും കണ്ടോ? കണ്ടില്ല. ഞാൻ എന്നെ ഇവിടെ കളിയാക്കുവാണ്, മാലിക്കിനെ അറിയാത്ത റീനു. മാലിക്കിനെ നമ്മൾ മറക്കുവോ? നമ്മൾ ചെറുതായിട്ടൊരു നമ്മൾ എന്ത് പ്ലേ എടുത്ത് നമുക്ക് മനസ്സിലായില്ലേ? മാലിക്കിന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ ഞാൻ അത് ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായില്ലേ? എന്തേലും മാലിക്കിനെ അറിയാത്ത റീനു എന്നൊക്കെ ചോദിച്ചാൽ എന്നെ കളിയാക്കുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ വേറെ എന്താണ്? അമ്മ മിക്കവാറും അടുത്ത ആഴ്ചക്കകം വരും. ഞങ്ങളെയൊക്കെ അന്വേഷിക്കാറുണ്ടോ അമ്മ നാട്ടീന്ന്? അന്വേഷിക്കാറുണ്ട്. യുബിയില് ഞങ്ങളുടെ റിനുവിനെയൊക്കെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുവോ? യുബിയിൽ വിളിക്കുന്നുണ്ടോന്ന് ചോദിക്കാറുണ്ട്. റിനുന്ന് ചോദിക്കാറില്ലല്ലേ? കുഴപ്പമില്ല. എനിക്ക് സങ്കടമൊന്നും ഇല്ല. ചോദിക്കാറുണ്ട്. എല്ലാ ആങ്കേഴ്സിനെയും ഷോ പ്രൊഡ്യൂസേഴ്സിനെയും ക്യാമറാമാൻ ടോണി കമ്പ്യൂട്ടർ. ടോണി നാട്ടിലാണ്. നിരഞ്ജൻ ബ്രോനെ അറിയാം? നിരഞ്ജൻ എന്നോട് പറയാം. എന്റെ പേര് പറയുന്നത്. നിരഞ്ജൻ ബ്രോയെ അറിയാം. നിരഞ്ജൻ ബ്രോനെ അറിയാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അമ്മയോട് ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയണേ. ഞാൻ പറയാം. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഇല്ല, ഫുഡ് കഴിക്കാൻ പോണു. ആണോ? ലേറ്റ് ആയിട്ടാണോ കഴിക്കണതോ നേരത്തെ കഴിക്കോ? അമ്മ ഇല്ലാത്തോണ്ട് ഞാൻ കുറച്ച് നേരത്തെ കഴിക്കും. ഉണ്ടാക്കി കഴിക്കുക? ഇല്ല, ഉണ്ടാക്കി കഴിക്കും. എല്ലാം ഓർഡർ ചെയ്തിട്ട് മറ്റേ തലാബാത്തൊക്കെ ആയിരിക്കും അല്ലേ? അതെ, തലഭാത്ത്, നൂണ്, സ്മൈൽസ്. അതുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പോകണം. ക്വസ്റ്റിലേക്ക് പോയാലോ? പോവാം. അപ്പൊ ഉടനെ സ്റ്റാർട്ട് ഒക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ മേടിച്ചോളൂ. ഓക്കെ, സ്റ്റാർട്ട്. കറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആള്. ഓക്കെ, സ്റ്റോപ്പ് അറിയ. ആള് കറങ്ങി മടുത്തു. സ്റ്റോപ്പ്. ഓക്കെ. GK ആണ്. അപ്പൊ മാലിക്കിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ഇതിൽ ശാസ്ത്രീയ കലകളിൽ പെടാത്തത് ഏതാണ്? കൂടിയാട്ടം, കൃഷ്ണനാട്ടം, കുമ്മാട്ടിക്കളി. ശാസ്ത്രീയ കലകളിൽ പെടാത്ത ഏതാണ്? കൂടിയാട്ടം, കൃഷ്ണനാട്ടം, കുമ്മാട്ടിക്കളി. എനിക്ക് തോന്നുന്നത് ഇത് കുമ്മാട്ടിക്കളി. നമുക്ക് നോക്കാം. കറക്റ്റാണ്. എനിക്കും അറിയായിരുന്നു കേട്ടോ. കേട്ടിട്ടില്ല കുമ്മാട്ടിക്കളി. അല്ല, ഈ പേരിങ്ങനെ കേട്ടിട്ടുള്ളൂ. സീരിയസ്ലി കുമ്മാട്ടിക്കളി എന്താന്ന് എനിക്കും അറിയില്ല. ഒരു ഫോക്ക് ആട്ടാണ്, നാടൻ കലയാണ്. എന്തായാലും അതൊരു പുതിയ അറിവ് കിട്ടിയില്ലേ? അടുത്തിലേക്ക് പോകാം. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. വീണ്ടും GK. ഒരുപാട് അറിവുകൾ നമ്മുടെ മാലിക്കിന് ഇനിയും വേണമെന്ന് മനസ്സ് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. സന്തോഷം. ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. നോക്കാം. ഓക്കെ. (2024) വെസ്റ്റ് ബംഗാളിലെ ബർധമാൻ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച AITC സ്ഥാനാർത്ഥി ആരാണ്? കീർത്തി ആസാദ്, ശത്രുഘ്നൻ സിൻഹ, യൂസഫ് പത്താൻ. കേട്ടോ? എന്നാ പറഞ്ഞോ, കറക്കി കുത്തിക്കോ. ശത്രുഘ്നൻ സിൻഹ. ഓപ്ഷൻ ബി. ഇല്ലായിരുന്നു, ശത്രുഘ്നൻ മാത്രമുള്ള അത്രേ. ശത്രുഘ്നൻ സിൻഹാനെ നമുക്ക് പക്ഷെ അല്ലായിരുന്നു. കീർത്തി ആസാദ്. എളുപ്പമുള്ള പേരുള്ളപ്പോ എന്തിനാ വെറുതെ ശത്രുഘ്നനിലേക്ക് പോയത്? അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് വീട് പറയുന്ന സമയം നമ്മൾ വീണ്ടും വിളിക്കണം. ഓക്കെ, ബൈ ബൈ. ശരി, ബൈ. നമുക്ക് അടുത്ത കോളർ ഉണ്ടോ നമുക്ക് നോക്കാം. ഹലോ. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ആരാണ്? തുളസി. നമ്മളെ നേരത്തെ വിളിച്ചിട്ടില്ലേ തുളസി? മുന്നേ വിളിച്ചിട്ടുണ്ട്. ഞാനുള്ളപ്പോഴല്ലേ? ഉള്ളപ്പോ അല്ലെന്ന് പറഞ്ഞാല് സമ്മതിക്കൂല. ഞാൻ ഉള്ളപ്പോഴേ. എനിക്ക് പേര് ഓർമ്മയുണ്ട്. എവിടുന്ന വിളിക്കുന്നേ? ഷാർജ. സുഖമായിട്ടിരിക്കുന്നോ? അന്ന് വിളിച്ചതിന് ശേഷം പിന്നെ വിളിച്ചിട്ടുണ്ടോ? അതോ കുറെ? ഇല്ല, വിളിച്ചിട്ടില്ല. ടിവിയുടെ വോളിയം, കാരണം എന്റെ മധുരമായ ശബ്ദം എനിക്ക് അതിൽ നിന്ന് വീണ്ടും വീണ്ടും കേൾക്കാൻ പറ്റുന്നു. ഓക്കെ, പിന്നെ പറയും വിശേഷങ്ങളൊക്കെ എന്തുണ്ട്? വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. പിന്നെ എന്താ വിളിക്കാതിരുന്നേ? വിളിച്ചില്ല. എന്തെങ്കിലും റീസൺസ്?
അങ്ങനെ റീസൺ ഒന്നുമില്ല. റീസൺ ഒന്നുമില്ലെങ്കിൽ നമ്മളെ വിളിക്കണ്ടേ? അപ്പൊ ഇന്ന് വിളിക്കാനുള്ള ആ ഒരു ചേതവിഹാരം എന്താണ്? നമ്മുടെ സമ്മാനങ്ങളുടെ പേരൊക്കെ കേട്ടായിരുന്നോ? കേട്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ 2 ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ ടിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് വിന്നർ ആയാലും. കിട്ടട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ? ഗെയിമിനെ പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അത് അറിയോ? അറിയാം. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന സുന്ദരനായ സുന്ദര കുട്ടപ്പനെ ഒന്ന് കറക്കൂ. ഓക്കെ, സ്റ്റോപ്പ്. സ്റ്റാർട്ട് ആകുന്നതിന് മുന്നേ സ്റ്റോപ്പാ? ഒന്നുകൂടെ പറയണം. എന്താ അവനെന്തായാലും കറങ്ങി. ഇനി ഞാൻ നിർത്തിക്കോ? സ്റ്റോപ്പ്. എടാ കുട്ടാ, നിന്നെ ആർക്കും താല്പര്യം? യുവർ ചോയ്സ് ആണ്. നമ്മുടെ ഓപ്ഷനിൽ ഏത് വേണേലും സ്വീകരിക്കാം. GK എടുക്കാം. ആ പേര് ഓർമ്മയുള്ള അല്ലേ? പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ GK ഇതാ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചോദിക്കട്ടെ? ABC രാജ്യത്തിൽ പെടാത്ത രാജ്യം ഏതാണ്? അമേരിക്ക, ബ്രസീൽ, ചിലി. ABC രാജ്യത്തിൽ പെടാത്ത രാജ്യം അമേരിക്ക, ബ്രസീൽ, ചിലി. സത്യം പറഞ്ഞ ഇതിലെ ഏത് പറയണത്? വല്ലാത്ത ക്വസ്റ്റ്യൻ ആയി പോയല്ലേ? ആദ്യമായിട്ട് കേൾക്കുന്നേ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. കുഴപ്പമില്ല. സെയിം ബീച്ച്. ഗസ് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ഔട്ട് ആയി, 0 ആയി. ഓപ്ഷൻ സി ചിലി ആണോ എന്ന് ചെറിയൊരു സംശയം തുളസിക്ക്. നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം. പക്ഷെ അമേരിക്ക ആയിരുന്നു. കുഴപ്പമില്ല. എന്തായാലും നമ്മളെ വീണ്ടും വിളിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. ബൈ. അപ്പം ഞാനിങ്ങനെ കുറേ നേരമായിട്ട് 1/2 മണിക്കൂറായിട്ട് ഇങ്ങനെ വൈകിട്ട് അലച്ച് സംസാരിച്ചിട്ട് ചെറിയൊരു ബ്രേക്കിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഓടി വരാം. Welcome back to 3 in 1 powered by Time Express Cargo. Our gift sponsored by Calicut Junction, Dubai, Green Olive Saloon, Dubai, Crocodile Park, Ujala and Calicut Junction Restaurant. ഓക്കെ, എന്തായാലും നമ്മൾ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നിങ്ങൾക്ക് അറിയാം നമുക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം നമ്മുടെ ഇന്ത്യൻ 2 മൂവിയുടെ 2 ടിക്കറ്റ്സ് ആണ്, കപ്പിൾ ടിക്കറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിന്ന് വിന്നേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങളിന്ന് വിളിക്കുന്ന 2-3 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ലോട്ട് ഇട്ടിട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതെവിടെയാണ്? അൽ ഹംറാസ് ഷാർജയിലാണ്, നമ്മൾ അൽ ഹംറാസ് സിനിമാസിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിതം കൺസൾട്ടൻസി പ്രസൻസ് ഹീൽ മെലഡി ഡ്രീംസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് എൻട്രീസ് ആയിക്കിട്ട് എങ്ങനെയാണ്? മലയാളത്തിലോ തമിഴിലോ നിങ്ങൾ 2 ജോണേഴ്സിലെ പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ടോ കരോട് മ്യൂസിക്കോ ഒന്നുമില്ലാതെ അത് ഒരു ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് hello@melodydreams.a സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രമാത്രം നിങ്ങൾ സെലക്ട് ആക്കപ്പെട്ടാൽ 5 പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു സെലിബ്രിറ്റി സിംഗേഴ്സിനൊപ്പം എല്ലാ മാസവും ഇവന്റ് നടത്തി നമ്മൾ അതിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ഒരു കോളറുണ്ട്, ആ കോളറിലേക്ക് പോയാലോ? ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. വെൽക്കം. വെൽക്കം. ആരാ? സജിത്ത്, ഷാർജന്ന്. ഓക്കെ, എന്താ വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? എവിടെന്നെങ്കിലും ഇങ്ങനെ ഓടി വന്നിട്ട് പറയാണ്? കാരണം ഞാനും ഇപ്പൊ ഓടി വന്നിട്ടേ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പോയിട്ട് ഞാനും ഓടി വന്നപ്പോ എന്താ പറയണ്ടെന്ന് മറന്നുപോയി. കണ്ടോണ്ടിരിക്കുവായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഒരുപാട് സമ്മാനങ്ങളാണ് നമ്മൾ തരാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ 2 ഇറങ്ങാൻ പോവാണ് ഈ 12-ാം തീയതി വെള്ളിയാഴ്ച. അപ്പൊ അത് എവിടത്തേക്ക് നമ്മൾ ടിക്കറ്റ് തരുന്നാൽ ഹംറാസ് സിനിമയിലേക്ക്, നമ്മുടെ ഷാർജയിൽ. അറിയോ? കേട്ടിരുന്നോ? മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഏത് മൂവിയാ കാണാൻ പോയേ? വിക്രമിന്റെയോ? ഏത്? കുറെ നാളായോ? കുറച്ചായി. ഓക്കെ. ഇപ്പൊ നമ്മുടെ തിയേറ്ററൊക്കെ ഒന്നും കൂടെ ഒക്കെ വിപുലമായിട്ട് പുതുക്കിയിട്ടുണ്ട്. ഒരുപാട് സിനിമാസ് അവിടെ വരും. നമ്മുടെ ടർബോ മൂവിയൊക്കെ ഞാൻ അവിടെ ആയിരുന്നു പോയി കണ്ടത്. നമുക്ക് നല്ല സീറ്റിംഗ് ഒക്കെയാണ്. എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ 2 മൂവിയുടെ ടിക്കറ്റ്സ് ആണ് നമ്മൾ തരാൻ പോകുന്നത്. അത് ആർക്കാ കിട്ടുന്നതെന്നറിയോ? ഇന്ന് ഇതിൽ വിന്നർ ആയാല്. ഇല്ലെങ്കിൽ സങ്കടമായോ? എന്തെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ട. നമ്മൾ ഇതിൽ നിന്ന് ലോട്ട് എടുത്തിട്ട് നമ്മുടെ കിട്ടിയ കോളേഴ്സ് നമ്മൾ ലോട്ട് എടുത്തിട്ട് 2-3 പേർക്ക് കപ്പിൾ ടിക്കറ്റ്സ് തരും. സന്തോഷമായില്ലേ? ഹാപ്പി ആയല്ലോ? ഓക്കെ, പിന്നെ എവിടുന്ന് വിളിക്കുന്നത് അതൊക്കെ പറയും. ഷാർജ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? IT ആണ്. നമ്മളെ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? പിന്നെ വിളിക്കാറില്ല. അതെന്താ വിളിക്കാത്തെ? അതിലെന്താ പിന്നെ വിളിക്കാറില്ല എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു ദേഷ്യം പോലെ? ബിസി ആയിപ്പോയി. ഫാമിലി ആയിട്ടാണോ ഇവിടെ? ഫാമിലി ആയിട്ടാണ്. പിന്നെ നാട്ടിലെവിടാ?
കണ്ണൂര്. നമുക്കിന്ന് എന്താ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് കോൾസ് നമ്മളെ വിളിച്ചു. ഇങ്ങനെ സംസാരിച്ച് ഞാൻ പലരുടെയും വിശേഷങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമുക്കൊന്ന് കുറച്ച് സംസാരിച്ചാലോ? പാട്ടൊക്കെ പാടോ? ഇല്ല പാട്ടൊന്നുമില്ല. പാട്ട് പാടത്തില്ല. ഞാൻ കുറച്ച് സംസാരിക്കാന്ന് പറഞ്ഞെങ്കിൽ ടെൻഷനായി പോയോ? ഒരു ടെൻഷനില്ല. ടെൻഷനൊന്നും വേണ്ട. മുന്നേ നല്ലോണം വിളിക്കാറുണ്ടായിരുന്നു, എല്ലാ ദിവസവും വിളിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഫാമിലി ആയിട്ടെന്നാണ് പറഞ്ഞേ? ഫാമിലി ആയിട്ട്. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് വൈഫ്, മോനുണ്ട്, ഏട്ടനുണ്ട്. ആളുടെ, അതായത് വിളിക്കുന്ന ആളുടെ ഏട്ടൻ പേരെന്താന്ന് പറഞ്ഞത്? സജിത്ത്. സജിത്ത്. ഓക്കെ. സജിത്തിന്റെ ഏട്ടനാണോ ഉള്ളത്? ആ ഓക്കെ. ഏട്ടന്റെ ഫാമിലിയോ അത് ഏട്ടൻ ഒറ്റയ്ക്കോ? ഏട്ടൻ ഒറ്റയ്ക്ക്. മോന് എത്ര വയസ്സായി? മോനിപ്പം 6 വയസ്സായി. 6 വയസ്സായി. അച്ചടാ. സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? പോയി തുടങ്ങി. ആ ഓക്കെ. എന്തായാലും എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? വൈഫ് ജോലിയുണ്ടോ? ഇല്ല, വൈഫ് ജോലിയില്ല. ജോലിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇതിലേക്ക് വിളിച്ചിരുന്നെന്നാണോ പറഞ്ഞേ? മുന്നേ വിളിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അതിന്റെ അടുത്ത് നിൽക്കുന്ന ആളെ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യണം. നല്ല. അപ്പൊ എന്തായാലും സ്റ്റോപ്പ് ചെയ്തോളൂ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. തുടങ്ങട്ടെ, ആളൊന്ന് കറങ്ങട്ടെ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് പൊളിറ്റിക്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. പൊളിറ്റിക്സ്. ഇഷ്ടപ്പെട്ടോ? വലിയ താല്പര്യമല്ല, എന്നാലും തമ്മിൽ ഭേദം. ഓക്കെ, ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ? 1 മിനിറ്റ്, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ മാറി വരുന്നുണ്ടേ. 2024 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്, വേറെ ക്വസ്റ്റ്യൻ തരും. ഓക്കെ. 2024 വെസ്റ്റ് ബംഗാളിൽ നിന്ന് വിജയിച്ച മാല റോയ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്? AITC, BJP, INC. 2024 വെസ്റ്റ് ബംഗാളിൽ നിന്ന് വിജയിച്ച മാല റോയ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു? ഓപ്ഷൻസ് വായിക്കണോ? AITC, BJP, INC. പറഞ്ഞോ, എന്തായാലും നമുക്ക് ടൈം ഉണ്ട്. സാധാരണ പെട്ടെന്ന് എല്ലാവരും ടൈം തീരെ ചെയ്യുന്നത്. BJP. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ? ഓക്കെ. AITC ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, സങ്കടപ്പെടേണ്ട. നമ്മളെ വീണ്ടും വിളിക്കാം Monday to Wednesday. ഓക്കെ. ഹലോ. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. താങ്ക് യു. ആരാണ്? റോജിൻ പൈനുമൂട്. റോജിൻ. അതെ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? ഞാനിപ്പോ ദുബായ് ലുലു വില്ലേജ് മൊഹൈസിന. ഓക്കെ, എനിക്ക് നല്ല പരിചയമുള്ള പേര് റോജിൻ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ. എന്നെ അറിയോ? ഇല്ല, അറിയത്തില്ല. സന്തോഷായി. നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു, പക്ഷെ സമ്മാനം കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം കുറെ ദിവസം. അതെ, പേര് ഞാൻ എവിടെ കേട്ടു. എനിക്ക് തോന്നുന്നു ഷോ ഞാൻ ചിലപ്പോ കണ്ടപ്പോ ആയിരിക്കും. പേര് എനിക്ക് ഓർമ്മ പോലെ. ഞാൻ വൈകിട്ട് നമ്മളെ പുള്ളി ആകുന്ന നോക്കി പറ്റിച്ച് നമ്മളെ രക്ഷിക്കാൻ, പക്ഷെ പറ്റിയില്ല. പുള്ളി ബാക്കി എല്ലാരെയും തോപ്പിക്കാൻ നോക്കി, എന്നെ ജയിപ്പിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് ഇന്ന് ജയിച്ചാലോ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. കറങ്ങാനുള്ള അവസരം കൊടുക്കൂ എന്തായാലും. ഓക്കെ, പൊളിറ്റിക്സ് ആണ്. ഓക്കെ, സന്തോഷായില്ലേ? അതെ. ഇപ്പൊ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ചോദിക്കട്ടെ? 2024 കനിമൊഴി കരുണാനിധി ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? തിരുനെൽവേലി, തഞ്ചാവൂർ, തൂത്തുക്കുടി. അറിയാമായിരുന്നോ? അത്യാവശ്യം കുറച്ച്. ഓക്കെ, നോക്കാം. പെട്ടെന്ന് ആൻസർ പറഞ്ഞോണ്ട് ചോദിച്ചാ നോക്കാം. എവിടെ ആൻസർ? തൂത്തുക്കുടി തന്നെ റൈറ്റ് ആൻസർ ആണ്. 2 ക്വസ്റ്റ്യനും കൂടെ. ഓക്കെ, അപ്പൊ വീണ്ടും ആളെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റാർട്ട്. കറങ്ങൂ. ഒന്നും കൂടെ പറഞ്ഞേ. കറങ്ങി ഓക്കെ, കറങ്ങി. ഇനി സ്റ്റോപ്പ് ചെയ്തോ? മ്യൂസിക് ആണ്. TV വെച്ചിട്ടുണ്ടോ? TV ഇല്ല. TV അപ്പുറത്തെ റൂമില, വെച്ചിട്ടില്ല. എന്നാ അതിന്റെ അടുത്തുനിന്ന് പോയി നിക്കോ? TV കേട്ടോ, പാട്ട് കേക്കണമെങ്കിൽ. തീർച്ചയായിട്ടും. ഓക്കെ. ധൃതി ഒന്നും പിടിക്കണ്ട. അപ്പൊ അതില് കേട്ടാ മതി കേട്ടാ പാട്ട്. വോളിയം കൂട്ടി വെച്ചോ? കൂട്ടി വെച്ചിട്ടുണ്ട്.
കൊടുക്കണം. കേക്കാം. എനിക്ക് ഇത് ONV കുറിപ്പ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണ്ടായിരുന്നോ? ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചു വരുമായിരുന്നു. ONV കുറിപ്പ് നമുക്ക് ലോക്ക് ചെയ്യാം. അത് ഏത് പാട്ടായിരുന്നു? പാട്ട് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ മനസ്സിലായോ ONV കുറിപ്പാന്ന്? വരികള്, അദ്ദേഹത്തിന്റെ വരികൾ കേൾക്കുമ്പോ നമുക്കറിയാം. നമുക്കറിയാലേ എന്താ ONV കുറിപ്പാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടും സ്റ്റോപ്പും മറക്കരുത്. ഇല്ല, സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറയ്. സ്റ്റോപ്പ്. ഓഡിയോ ആണ്, വീണ്ടും ഓഡിയോ. ഓക്കെ, വീണ്ടും ശ്രദ്ധിച്ചോളൂ. പത്രമുതലാളിമാർ ഇവിടെ ക്യൂ നിൽക്കുന്നു. ചുണയുണ്ടെങ്കിൽ താനൊന്ന് രാജിവെക്ക്. വേണ്ടെന്ന് പറയാൻ തന്റെ ഭാര്യ സുഭദ്ര തമ്പുരാട്ടി പോലും വരില്ല. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഇത് ഏത് ചിത്രത്തിലെ സംഭാഷണമാണ്? തലസ്ഥാനം, FIR, അക്ഷരം. ഹലോ, അത് എനിക്കൊരു ഗസ് ആണ്. അത് അക്ഷരം. നോക്കാം. അക്ഷരം. കൺഗ്രാറ്റുലേഷൻസ്, അടിച്ചു മോനെ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. എന്തായാലും സന്തോഷായില്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ വിന്നറിനെ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, വിന്നർ ആയിട്ടുള്ളവർക്ക് നമ്മുടെ ഇന്ത്യൻ 2 മൂവിയുടെ കപ്പിൾ ടിക്കറ്റ്സ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ വിളിച്ച ചേട്ടന് അടുത്ത കോളർ വന്നിട്ടുണ്ട്. ഹലോ 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 ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ആരാണ്? എന്റെ പേര് ജിസ്മി എന്നാണ്. ജിസ്മി, എവിടുന്ന വിളിക്കുന്നത് ജിസ്മി? ഞാൻ ദുബായിന്നാണ്. ദുബായിൽ എവിടെ? ദുബായിലെ അബൂബക്കർ സിദ്ദീഖ്. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്യാണ്. എന്താ ചെയ്യുന്നേ? ഒരു ട്രാവൽ കമ്പനിയിൽ സെയിൽസിൽ വർക്ക് ചെയ്യാണ്. ആണോ? ഇവിടെ ഫാമിലി ആയിട്ടാണോ അതോ സിംഗിൾ ആണോ? സിംഗിൾ ആണ്. മിങ്കിൾ ആകാൻ താല്പര്യമില്ല? ഇല്ല. ഓക്കെ, അപ്പൊ ദുബായ് ലൈഫൊക്കെ അടിച്ചു വിളിക്കുകയാണ്. ഒരുപാട് നാളായോ ഇവിടെ? ഇല്ല, ഒരു 6 months ആയി ഓൾമോസ്റ്റ്. അത്രേ ഉള്ളൂ? ഒരുപാട് വർഷമായല്ലോ. ഞങ്ങളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. 6 months ഒരുപാട് നാളായതുപോലെ എനിക്ക് തോന്നി. ഓക്കെ, എന്തായാലും അപ്പൊ നമ്മുടെ നേരത്തെ ഷോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇഷ്ടാണോ? ഇഷ്ടപ്പെട്ട? അത് നല്ല എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഗെയിം കളിക്കണെന്ന് അറിയത്തില്ലേ? അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആളെ ഒന്ന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ചെയ്തോ കേട്ടോ. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ, GK ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇതിൽ രാജ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തതേത്? ഒരു മിനിറ്റ് കേട്ടാ. ഉമയുടെ തപസ്യ, വീണമിട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തി. ഇതില് രാജരവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തതാണ് കേട്ടോ ചോദിച്ചത്. ഒന്നും കൂടെ പറയാമോ ഓപ്ഷൻസ്? ഉമയുടെ തപസ്യ, വീണമിട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും. വീണമിട്ടുന്ന സ്ത്രീ കേട്ടോ. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെയാന്ന് തോന്നുന്നു, ഓപ്ഷൻ ബി, വീണമിട്ടുന്ന സ്ത്രീ. ഓക്കെ, പക്ഷെ ആദ്യത്തെയായിരുന്നു, ഉമയുടെ തപസ്യായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ GK അറിയില്ല. എല്ലാരും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാന്നല്ലോ പറയാവുന്നേ. കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. താങ്ക് യു. ആരാണ്? സൂര്യ. എവിടെന്ന് വിളിക്കുന്നത്? ദുബായിന്നാ വിളിക്കുന്നത്. ദുബായിൽ എവിടെ? ലുലു വില്ലേജ്. നേരത്തെ ഒരു ലുലു വില്ലേജിൽ നിന്ന് ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സുജിത്ത്. യെസ്. അപ്പൊ നേരത്തെ വിളിച്ചിട്ടുണ്ടോ നമ്മളെ? നേരത്തെ നമ്മ സംസാരിച്ചിട്ടില്ല. അല്ല, നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? 2 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ഔട്ട് ആയത് കാരണം. ആണോ? അത് സങ്കടപ്പെടണ്ട, നമ്മളെ വീണ്ടും വിളിച്ചോണ്ടിരിക്കാം.
ഓക്കെ, ഇവിടെ ഫാമിലി ആയിട്ടാണോ? അതെ അതെ. ഫാമിലി ആയിട്ടാണ്. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കള്. ചെറിയ കുട്ടികളാ? വലിയ കുട്ടികള്. വലിയ കുട്ടി അമ്മയെന്ന് തോന്നുന്നില്ല. ഒരു പാട്ട് പാടിയാലോ? അയ്യോ, പാട്ടൊട്ടും പാടൂല. നല്ല ശബ്ദം. ഡാൻസ് ചെയ്യും, പാട്ട് പാടും. ഡാൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഷോ ഉണ്ടാവുമ്പോ വിളിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോവാം കേട്ടോ. ഓക്കെ. അപ്പൊ സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ്. മൂവീസ് ആണ് കേട്ടോ. ഓക്കെ. മൂവീസ് അല്ല, സോറി, മ്യൂസിക് ആണ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ടിവിയുടെ വോളിയം കൂട്ടണോ? ഇല്ല, നമുക്ക് ഇതില് ഓപ്ഷൻസ് വരും. ഓക്കെ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ആള് കറങ്ങിട്ടില്ല. ഒരു മിനിറ്റ്. ഒന്നുകൂടി പറയണോ? അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറയാൻ പറ്റുമോ? വെറുതെ എന്തെങ്കിലും? ജി കെ വന്നിട്ടുണ്ട് കേട്ടോ. ജി.കെ. വന്നിട്ടുണ്ട്. ജി.കെ. ചോദിക്കട്ടെ? ചോദിച്ചു. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉത്തരങ്ങളുണ്ടല്ലേ. അല്ല, ഒരു ഉത്തരവും ഇല്ല, അതുകൊണ്ടാണ് അതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ലാന്ന്. ഓക്കെ, കേരള നവോത്ഥാനത്തിന്റെ പിതാവാര്? മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. അതറിയണം. അതറിയത്തില്ല എന്ന് പറയരുത്. ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ എന്നെ ഇവിടെ നിന്ന് ഇറക്കി ഓടിക്കും. പക്ഷെ എനിക്കറിയാം. എനിക്ക് പെട്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും പറഞ്ഞോ? ABC. ശ്രീനാരായണ ഗുരു. നമുക്ക് നോക്കാം. നവോത്ഥാനത്തിന്റെ പിതാവ്. യെസ്, ആയിരുന്നു. ശ്രീനാരായണ ഗുരു ആണ്. അതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനും മലയാളി എന്ന് പറഞ്ഞിരിക്കണേ, ഓടിക്കും എല്ലാരും കൂടെ. അടുത്ത. ഓക്കെ, അപ്പൊ അടുത്ത 2 ക്വസ്റ്റ്യൻസ് കേട്ടോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. യുവർ ചോയ്സ് ആണ്. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ, ഏത് ഓപ്ഷൻ വേണേലും എടുക്കാം. സ്പോർട്സ് എടുക്കട്ടെ? സ്പോർട്സ് എടുത്തോ, ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് എടുത്തോ. ഏത് വർഷമാണ് ബോക്സിംഗ് ഒരു നിയമപരമായ കായികമായിട്ട് മാറിയത്? 1901, 1911, 1921. ബോക്സിംഗ് ഒരു നിയമപരമായ കായികമായിട്ട് മാറിയത് ഏത് വർഷമാണ്? പെട്ടെന്ന് പറഞ്ഞോട്ടെ, ടൈം ഔട്ട് ആവാറേ. ABC. പെട്ടെന്ന് പറ. 1921. ഓക്കെ, 1901 ആയിരുന്നു. അതായിരുന്നല്ലേ മനസ്സിൽ വിചാരിച്ചത്? ഒന്നും വിചാരിച്ചില്ല. സാധാരണ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറില്ല. എന്തായാലും നമ്മളെ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. അതല്ല, അന്നൊക്കെ ബോക്സിംഗും ക്രിക്കറ്റിനെ പറ്റിയില്ല നമുക്കറിയാം. ഓക്കെ. ആരാണ്? ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. അത് പറഞ്ഞതിന് ശേഷം താങ്ക് യു പറയണം. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നേ? ആരാന്ന് പറഞ്ഞില്ല. ഷൈജു. നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഗിഫ്റ്റ് കിട്ടിയോ? കിട്ടിയില്ല. അപ്പൊ ഇന്ന് എന്തായാലും കിട്ടട്ടെ കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ട് പോകണം. ഫാമിലി ആയിട്ടാണോ താമസിക്കുന്നേ? അല്ല, പക്ഷെ TV ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ആ വോളിയം ഒന്ന് ഇച്ചിരി കുറയ്ക്കോ? എന്റെ ശബ്ദം എനിക്ക് തന്നെ കേൾക്കാം. നമ്മള് സൗണ്ട് കൂട്ടിയിട്ട് വെക്കാൻ പറയാ. ഓപ്ഷൻസ് വരുമ്പോ അപ്പൊ മാത്രം വെച്ചാൽ മതി. ഓക്കെ. പിന്നെ പറയൂ, വേറെന്താണ് വിശേഷങ്ങൾ? എന്താ ചെയ്യുന്നേ? ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ UAE എത്ര വർഷമായി? 8 വർഷമായി. ഓക്കെ. അപ്പൊ നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ? അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോട്ടെ. ഈസി ക്വസ്റ്റ്യൻ വന്നാൽ സമ്മാനം അടിക്കും. എന്തായാലും ഈസി ക്വസ്റ്റ്യൻസ് വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പം ആളെ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്തോളൂ. സ്റ്റോപ്പ്. GK. നല്ല ക്വസ്റ്റ്യൻസ് കിട്ടട്ടെ GKയില്. ക്വസ്റ്റ്യൻസ് ഇതാ വരുന്നുണ്ട്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കലിംഗ യുദ്ധം നടന്ന വർഷം ഏതാണ്? 540 BC, 320 BC, 261 BC. കലിംഗ യുദ്ധം.
നടന്ന വർഷം 540 BC, 320 BC, 261 BC. 261 BC. 261 BC. നമുക്ക് നോക്കാം. അറിയാമായിരുന്നോ? ഓ, അറിയാം, കറക്റ്റാണ്. അതറിയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. ശരി. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് സ്റ്റോപ്പും വീണ്ടും. ഓക്കെ, സ്റ്റോപ്പ്. ആള് കറങ്ങിയില്ല. ആ ക്വസ്റ്റ്യൻ ഒന്ന് മായണമായിരുന്നു. സ്റ്റോപ്പ്. ഓക്കെ ഓക്കെ, സ്റ്റോപ്പും കൂടി ചെയ്തോളെ. സ്റ്റോപ്പ്. ഓക്കെ, GK ആണേ. ഓ, ഇത് പിന്നെ GK തന്നെ. GK അല്ലേ എളുപ്പോ? എല്ലാവർക്കും GK ആണ് എളുപ്പം. നല്ല ക്വസ്റ്റ്യൻസ് അടിപൊളി ആണോ നന്നായിട്ടുള്ള. ചോദിക്കട്ടെ, വേവിക്കുമ്പോൾ നീരാവിയിൽ അലിയുന്ന വിറ്റാമിൻ ഏതാണ്? വേവിക്കുമ്പോൾ നീരാവിൽ അലിയുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ A, വിറ്റാമിൻ B, വിറ്റാമിൻ C. ഇതൊക്കെ നമ്മൾ പറയണം. ക്ലൂ ഇതിൽ 3-1. നല്ല ക്ലൂ ആയിപ്പോയി അല്ലേ? പെട്ടെന്ന് പറഞ്ഞു. ടൈം ഔട്ട് ആയി. പെട്ടെന്ന് പറയും. വിറ്റാമിൻ C അല്ലായിരുന്നു, വിറ്റാമിൻ A ആയിരുന്നു. വിറ്റാമിൻ A ആയിരുന്നു. തെറ്റാണ് ഉത്തരം. ഓക്കെ, കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വരാം. നമ്മുടെ ഷോ ഒക്കെ തീരാറായി. ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് വരാം. വെൽക്കം ബാക്ക് ടു 3 in 1. അതപ്പോൾ നമ്മൾ ഇന്ന് വിളിച്ചവരിൽ നിന്ന് നമുക്ക് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ 2 മൂവിയുടെ ടിക്കറ്റ്സ് ആർക്ക് കിട്ടിയേക്കണം നമുക്ക് നോക്കിയാലോ. അപ്പോൾ വിളിച്ച കോളേഴ്സിന് നമ്മൾ ലോട്ടിട്ടിട്ട് എടുക്കുക കേട്ടോ. 3 കോളേഴ്സിനാണേ കപ്പിൾ ടിക്കറ്റ്സ്. അപ്പോൾ ആദ്യത്തത് ആരാ നോക്കട്ടെ. പ്രിൻസിയാണ്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് വിളിച്ച് പ്രിൻസിക്കാണ് ആദ്യത്തെ കപ്പിൾ ടിക്കറ്റ്സ് കിട്ടിയേക്കണം. എന്തായാലും പ്രിൻസി, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ 2 പേരും കൂടെ ഉണ്ട്. നല്ലതായിട്ട് കുലിക്കാം. അടുത്തത് ജിസ്മിയാണ്. ജിസ്മി ദുബായിൽ നിന്ന് വിളിച്ചാണ്. അപ്പോൾ ജിസ്മി, കൺഗ്രാജുലേഷൻസ്. അടുത്ത ഇന്ത്യൻ മൂവിയുടെ 2 കപ്പിൾ ടിക്കറ്റ്സ് കിട്ടിയിരിക്കുന്നത് ജിസ്മിക്കാണ്. അടുത്ത ഒരാളും കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ 3ാമത്തെ ഭാഗ്യവതി ആരാന്ന് നോക്കാം. സൂര്യക്കാണ് 3ാമത്തെ ഇത് കിട്ടിയിരിക്കുന്നത്. 3ാമത്തെ വിന്നർ നമ്മുടെ സൂര്യയാണ്. അപ്പം എന്തായാലും കൺഗ്രാജുലേഷൻസ്. പിന്നെ നമ്മുടെ ഇപ്പം വിന്നർ ആയിട്ടുള്ളത് ആരാ നമുക്കറിയണ്ടേ. നമ്മുടെ റോജിനാണ് കിട്ടിയിരിക്കുന്നത്. കാലിക്കറ്റ് ജംഗ്ഷൻ റെസ്റ്റോറൻറ്റിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വിന്നറായിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഒരു ടിക്കറ്റും കൂടെ കൊടുത്താലും ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞേക്കണത്. ഞാൻ നോക്കട്ടെ ആരാം. കുറേ ടിക്കറ്റ്സ് ഉണ്ട്. അനീഷ. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടാണ് അവർ അനീഷയ്ക്ക് തന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അനീഷയ്ക്ക് കിട്ടണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് 4 പേർക്ക് നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക് യു വിളിച്ചതിന്. നമ്മൾ ഇതുപോലെ വീണ്ടും വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും പോയിട്ട് സിനിമയൊക്കെ കാണുക, എൻജോയ് ചെയ്യുക. നമ്മൾ വീണ്ടും വിളിച്ചിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ 800-825-825 വിളിച്ചാൽ നിങ്ങളുടെ ഈ ഗിഫ്റ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ ഷോ ടൈം എന്ന് പറയുന്നത് ഇതിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷോ ടൈമും ഷോ ഡേറ്റൊക്കെ അറിയാം. 12-ാം തീയതി വെള്ളിയാഴ്ചയാണ് കേട്ടോ ഷോ ഡേറ്റ്. അപ്പോൾ ടൈമും കാര്യങ്ങളും. അപ്പോൾ ഏത് ഡേറ്റ് ആണ് നമുക്ക് അന്നാണ് റിലീസ് ആവുന്നത്. അപ്പോൾ ഏത് ഡേറ്റ് ആണെന്നുള്ളത് 800-825-825 വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്ന് ഒരുപാട് കോളേജ് ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പം ഞാനിന്ന് പോവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും വരാം. അപ്പോൾ ടിൽ ദെൻ ബൈ, സൈനിങ് ഫ്രീ.